നമസ്കാരം. ഭാരതത്തിൻ്റെ ആകാശങ്ങളിൽ നിന്ന് നക്ഷത്രങ്ങൾ മാഞ്ഞു പോകുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചയെക്കുറിച്ചുള്ള ഗൗരവകരമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു കാലത്ത് കൊൽക്കത്തയിലും മുംബൈയിലും തെരുവുകളിൽ വൈദ്യുതി നിലയ്ക്കുമ്പോൾ മാത്രം ദൃശ്യമായിരുന്ന ആ നക്ഷത്ര നിബിഡമായ ആകാശം ഇന്ന് നഗരങ്ങളിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നു. മനുഷ്യൻ നിർമ്മിച്ച കൃത്രിമ വെളിച്ചം, പ്രകൃതിദത്തമായ ഇരുട്ടിനെ വിഴുങ്ങുന്ന പ്രകാശ മലിനീകരണം നമ്മുടെ വരും തലമുറയ്ക്ക് പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാനുള്ള അവസരം ഇല്ലാതാക്കുകയാണ്. ശാസ്ത്രജ്ഞരും വാനനിരീക്ഷണ കൗതുകികളും ഒരുപോലെ ആശങ്കപ്പെടുന്ന ഈ പ്രതിഭാസം നമ്മുടെ സാംസ്കാരികവും ശാസ്ത്രീയവുമായ പൈതൃകത്തെയാണ് ബാധിക്കുന്നത്. ലഡാക്കിലെ ഹാൻലെയിൽ 2022 ഡിസംബറിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് ഈ വെല്ലുവിളികൾക്കെതിരെയുള്ള പോരാട്ടത്തിലെ പ്രധാന നാഴികക്കല്ലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 4500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹാൻലെയിൽ ഇന്നും ആകാശം അതിൻ്റെ പൂർണ്ണമായ ഇരുട്ടിലും ശോഭയിലും നിലനിൽക്കുന്നു. നഗ്നനേത്രങ്ങൾ കൊണ്ട് ദശലക്ഷക്കണക്കിന് പ്രകാശവർഷങ്ങൾ അകലെയുള്ള ഗാലക്സികളെ കാണാൻ കഴിയുന്ന ഇവിടെ പ്രകാശ മലിനീകരണത്തിൻ്റെ അളവ് ഇന്നും കുറഞ്ഞ ബോട്ടിൽ സ്കെയിൽ 1 ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ദില്ലി പോലെയുള്ള നഗരങ്ങളിൽ ഇത് 9 എത്തി നിൽക്കുന്നു. അതായത് നഗരങ്ങളിൽ നിന്ന് നക്ഷത്രങ്ങളെ കാണുക എന്നത് ഇന്ന് ഏതാണ്ട് അസാധ്യമായി മാറിയിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവ് ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഡാർക്ക് സ്കൈ പാർക്കായി പ്രഖ്യാപിക്കപ്പെട്ടതും തമിഴ്നാട്ടിൽ സമാനമായ പദ്ധതികൾ തുടങ്ങുന്നതും ശുഭസൂചനകളാണ്. വന്യജീവികളുടെ സ്വാഭാവിക ജീവിതത്തിനും ദേശാടന പക്ഷികൾക്കും രാത്രികാലത്തെ ഇരുട്ട് അത്യന്താപേക്ഷിതമാണ്. പെഞ്ചിലെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രകാശ മലിനീകരണം കുറയുന്നത് രാത്രികാല ജീവികളുടെ പുനരുദ്ധാരണത്തിന് സഹായിക്കുന്നു എന്നതാണ്. എങ്കിലും ഇത്തരം സംരക്ഷിത മേഖലകൾക്ക് പുറത്ത് നിയന്ത്രണമില്ലാതെ വർദ്ധിച്ചു വരുന്ന തെരുവ് വിളക്കുകളും ഹൈവേ ലൈറ്റുകളും ഈ സംരംഭങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇന്ത്യയിൽ പ്രകാശ മലിനീകരണം തടയുവാൻ കൃത്യമായ നിയമങ്ങളോ നയങ്ങളോ നിലവിലില്ല എന്നത് വലിയൊരു പോരായ്മ തന്നെയാണ്. തെരുവ് വിളക്കുകൾ ആകാശത്തേക്ക് വെളിച്ചം അടിക്കാത്ത രീതിയിൽ സ്ഥാപിക്കുക എന്ന ലളിതമായ പരിഹാരം പോലും പലയിടങ്ങളിലും നടപ്പിലാക്കപ്പെടുന്നില്ല. പ്രപഞ്ചത്തെയും നക്ഷത്രത്തെയും കുറിച്ച് പഠിക്കുന്ന ഒരു പുതിയ തലമുറയ്ക്ക് ആകാശം എന്നത് ഒരു പ്ലാനറ്റോറിയം മേൽക്കൂര പോലെ കൃത്രിമമായ ഒന്നായി മാറിയിരിക്കുന്നു. ആകാശത്തിൻ്റെ സ്വാഭാവിക ഇരുട്ട് സംരക്ഷിച്ചില്ലെങ്കിൽ വരും കാലത്ത് നക്ഷത്രങ്ങൾ വെറും കഥകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്വമൈ TV.